1991 ഈ ഇരിക്കുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിന് നേതൃത്വം ഏറ്റെടുത്തു. SYSനെ ഹൈദ്രോസ് ഉസ്താദ് പ്രസംഗിക്കാറുള്ളത് പോലെ പൂക്കോയക്കുട്ടി വരുന്നു എന്ന് ഗ്രാമങ്ങളിൽ അനൗൺസ് ചെയ്തുകൊണ്ട് ആളെ കൂട്ടിയിട്ട് പൂക്കോയക്കുട്ടിയുടെ പ്രഭാവം കാണിച്ചു കൊടുത്തുകൊണ്ട് SYSനെ വളർത്തിക്കൊണ്ട് വന്നതുപോലെ ബഹുമാനപ്പെട്ട പാണക്കാട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഗ്രാമാന്തരങ്ങളിൽ കൊണ്ടു നടന്നുകൊണ്ട് 1989 മുതൽ തന്നെ അദ്ദേഹം സംഘടനക്കൊപ്പമുണ്ട്. അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള മഹാന്മാരോടൊക്കെ പറഞ്ഞ് സമ്മതം വാങ്ങി 2004 വരെ ആ സംഘടനയെ നയിച്ചത് അദ്ദേഹമാണ്. 14 വർഷം കേരളത്തിൽ SKSSFന് ഊടും പാവും പകർന്നുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പടയണിയെ വാർത്തെടുത്ത നായകനാണ് ഇരിക്കുന്നത്. ഈ യോഗത്തിന്റെ മഹാനായ സംഘാടകൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇത്രയും ദിവസം ജാമ്യയുടെ കളത്തിലാണ് അദ്ദേഹം ഉള്ളത്. എല്ലാ ഒഫീഷ്യൽ പ്രോഗ്രാമുകളും മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു മനുഷ്യൻ ഈ ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊപ്പം ഒരു സാധാരണക്കാരനെ പോലെ ഉണ്ട്. അതാണ് സേവനത്തിന്റെ മഹിമ. നോക്കണം നിങ്ങൾ. 2004 വരെ അദ്ദേഹമുണ്ട്. 2004 അദ്ദേഹം അത് ഏൽപ്പിച്ചു കൊടുത്തു അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക്. 2015 വരെ 11 കൊല്ലം അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളും ഇവിടെയുണ്ട്. നമ്മുടെ കുട്ടികൾ, നമ്മൾ ചരിത്രം പഠിക്കണം. ഞാൻ SKSFന്റെ പ്രവർത്തകരോടല്ല പറയുന്നത്, അവർക്കത് അറിയാം. അറിയാത്ത മറ്റുള്ളവരോടാണ്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർ, വളർന്നു വരുന്ന ചെറുപ്പക്കാർ 89 മുതൽ 2024 വരുമ്പോ 89 15 വയസ്സെങ്കിലുമുള്ള ആൾക്ക് ഇന്ന് 2024 50 വയസ്സായിട്ടുണ്ടാകും. 50 വയസ്സിന്റെ മുമ്പുള്ള ആളുകൾക്ക് ചരിത്രം അറിയില്ല. ആ ചരിത്രം അറിയാത്തവർ ചരിത്രത്തിലേക്കൊന്ന് തിരിച്ചു പോകണം. ഓർക്കണം നിങ്ങൾ. 2015 വരെ 11 കൊല്ലം നയിച്ചു അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. 2015 മുതൽ ഹമീദ് അലി ശിഹാബ് തങ്ങൾ 9 കൊല്ലമായി. ഇന്നും അതിന്റെ കടിഞ്ഞാണ് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അദ്ദേഹവും ഉണ്ട് വേദിയിൽ. ഓർക്കണം നിങ്ങൾ. ആ സംഘടന രൂപീകരിച്ച് സമത്വക്ക് താങ്ങും തണലുമായി നിന്ന് പടർന്ന് പന്തലിച്ചു പോകുന്ന സംഘടന. ആ സംഘടനയുടെ ചരിത്രത്തിൽ 4 പ്രസിഡന്റുമാരെ ഉണ്ടായുള്ളൂ. 4ാമത്തെ പ്രസിഡന്റ് ഇപ്പോഴും അവിടെ ഉണ്ട്. ആ 4ഉം ഒരു തറവാട്. 8 സെക്രട്ടറിമാര് വന്നപ്പോഴും 4 പ്രസിഡന്റുമാരും ഒരു തറവാട്ടിൽ നിന്ന് തന്നെ വന്നത്.